everyone, എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എങ്ങനെ പേപ്പർ പ്രസന്റ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ ആൻസർ ഷീറ്റ് ഇംപ്രസീവ് ആക്കി വെക്കാം, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് നോക്കുന്ന ആൾക്ക് എന്ത് തോന്നണം, ഓക്കെ ഈ കുട്ടി അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും, ആ കുട്ടിനെ കുറിച്ചൊരു ഇംപ്രഷൻ വേണം അല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം, എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ദി ആൻസേഴ്സ് അക്കോർഡിംഗ് ടു മാർക്ക്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എക്സാമിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, 3 ഉണ്ടാവാം, 1 ഉണ്ടാവാം അല്ലേ. അപ്പോൾ ഇതൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ധാരണ വേണം, ഞാൻ ഇപ്പോൾ 5 മാർക്കിനാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ഞാൻ ഇത്ര എഴുതണം. ഓക്കെ, അല്ലാതെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ പോയിട്ട് നിങ്ങൾ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ ആൻസർ ചെയ്യേണ്ടി വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം തരാൻ പറ്റുന്ന സ്കോർ എത്രയാണ്, 2. അത് നിങ്ങൾ ഇത്രയും എഴുതിയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് 5 തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യാതെ എന്താണോ ചോദിച്ചത്, എത്ര മാർക്കിനാണോ ചോദിച്ചത്, അത് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ആൻസർ ചെയ്യാൻ. ആൻഡ് സെക്കൻഡ് വൺ, സ്റ്റാർട്ട് ഫാസ്റ്റ്. അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്, എന്ത് ആദ്യമൊക്കെ മെല്ലെ മെല്ലെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉഷാറാക്കി നമ്മൾ ആൻസർ എഴുതും. അവസാനമാകുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെറുതെ എഴുതിക്കൊണ്ടിരിക്കും അല്ലേ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നമ്മൾ സ്പീഡിൽ, അപ്പോൾ നമുക്ക് വൃത്തിയൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷേ എന്താണ് സംഭവിക്കുക, എന്നിട്ട് സമയം കഴിയുമ്പോൾ ഇൻവിജിലേറ്റർ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഫസ്റ്റൊക്കെ അവസാനമാകുമ്പോൾ നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, നമ്മൾ അങ്ങനത്തെ ഒരു ഹാൻഡ് റൈറ്റിംഗിലേക്ക് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്പീഡിൽ ആൻസേഴ്സ് എഴുതി തുടങ്ങാം, വൃത്തിയായി സ്പീഡിൽ ആൻസേഴ്സ് എഴുതി തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് സ്റ്റാർട്ട് ഫാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ദെൻ നമ്മൾ റീഡിങ് ടൈം യൂസ് ചെയ്യുക. റീഡിങ് ടൈം യൂസ് ചെയ്യാൻ നമുക്ക് കൂൾ ഓഫ് ടൈം, ഒരു 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. ആ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക. ഞാൻ പ്രിഫർ ചെയ്യുക ലാസ്റ്റിൽ നിന്ന് നിങ്ങൾ വായിച്ച് തുടങ്ങിക്കോ. ലാസ്റ്റിൽ നിന്ന് വായിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവെ ലാസ്റ്റിലാണ് വരാറ്. അപ്പോൾ ആ ഓർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ അറിയുന്നത് അതായിരിക്കുമല്ലോ നിങ്ങൾ ചൂസ് ചെയ്യുക എഴുതാൻ. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ഇത് ആൻസർ ചെയ്യും, ഇതിൽ ഞാൻ ഇത് ആൻസർ ചെയ്യും, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ആൻസേഴ്സ് ഒക്കെ സ്ട്രക്ചർ ചെയ്യാൻ നിങ്ങൾ മനസ്സിൽ ഏത് ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം, ഇങ്ങനെ ആ ഓർഡറൊക്കെ നിങ്ങൾ ആ സമയത്താണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ആ സമയത്ത് വെറുതെ കളിച്ച് നടക്കരുത്, കളിച്ച് നിൽക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ ഒന്നും ചെയ്യരുത്. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എന്താ ചോദിച്ചത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, അതർവൈസ് നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് എഴുതുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വായിക്കുന്നത് മാറിപ്പോകാൻ ചാൻസ് വരെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് റീഡിങ് ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡോണ്ട് ലീവ് എ ബ്ലാങ്ക് ആൻസർ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് നിങ്ങൾ വെറുതെ അവിടെ ബ്ലാങ്ക് ആക്കി വെക്കരുത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ത്രെഡ് നിങ്ങൾക്ക് കിട്ടും, ഇതിനെക്കുറിച്ചാണ് ചോദിച്ചതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒരു 2-3 സെൻറ്റൻസ് അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതി വെക്കുക. വെറുതെ ഒരു എസ്സേ വലിച്ചു നീട്ടി എഴുതണമെന്ന് ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ എഴുതി നിങ്ങൾ എന്തെങ്കിലും എഴുതിയാലേ അവർക്ക് നിങ്ങൾക്ക് മാർക്ക് തരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ ഒരു ആൻസർ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് വെറുതെ ബ്ലാങ്ക് ആക്കി അവിടെ വെക്കരുത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതാതിരിക്കരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ചെക്ക് ബിഫോർ യു മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് എഴുതിയിട്ടുണ്ടോ, ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ മൊത്തം എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാവൂ. ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് A, B, C ഒക്കെ ഉണ്ടായിരിക്കും, സബ് പാർട്സ് ആയിട്ട് ഉണ്ടായിരിക്കും. നമ്മൾ Aയും Bയും എഴുതിയിട്ട് പിന്നെ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ C ഇവിടെ എഴുതിയിട്ടില്ല, Cക്ക് ഒരു പെർട്ടിക്കുലർ മാർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും, നമുക്ക് എന്ത് കിട്ടില്ല, ആ മാർക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുമ്പം ഈ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ വൺ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു, ആ കാര്യം എക്സാമിൽ വന്നു, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓക്കെ ഞാൻ പഠിച്ചതാണ് എനിക്ക് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ആലോചിച്ചിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക. അത് എഴുതിക്കൊണ്ടെടുക്കുന്ന ഇടയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ വരും, ഓട്ടോമാറ്റിക്കലി അത് വരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ ഇത് ആലോചിച്ച് നിങ്ങളുടെ സമയം കളയരുത്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുക. അവിടെ
സ്പേസ് നിങ്ങൾ വിട്ടോളൂ. സ്പേസ് വിട്ടിട്ട് നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങുക. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാൻ തുടങ്ങിയിട്ട് എഴുതുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി സമയം അവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം നിങ്ങൾ സ്വസ്ഥമായിട്ട് സമയം പോലെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് ആലോചിച്ച് നമ്മൾ സമയം കളയരുത്. നമുക്ക് അത്രയും സമയം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഓർ ക്വസ്റ്റ്യൻസ് ചില ആളുകളുണ്ട് ഓർ ക്വസ്റ്റ്യൻസ് രണ്ടും എഴുതും. എന്നിട്ട് ഏതാണോ ബെറ്റർ എന്ന് സാറിന് തോന്നുന്നത് സാറ് ചൂസ് ചെയ്യട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ അത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആളുകൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, നിങ്ങൾ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നോക്കാനുള്ളത്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അവർ നോക്കുന്നതാണ്. അപ്പോൾ വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കാതെ നമുക്ക് ഏതാണോ കൂടുതൽ അറിയുന്നത് അത് നമ്മൾ എഴുതും. നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഏത് ക്വസ്റ്റ്യൻ ആണോ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുക. വെറുതെ എല്ലാം എഴുതി വെച്ചിട്ട് അവർ നിങ്ങൾക്ക് 2 മാർക്ക് തരിക, അല്ലെങ്കിൽ അവർ ഇതിൽ ഏതാ നല്ലത് നോക്കിയിട്ട് ഓക്കെ ഈ കുട്ടിക്ക് ഇതാണ് കൂടുതൽ അറിയുന്നത് നോക്കിയിട്ട് അതിന് മാർക്ക് തരുമെങ്കിൽ ഒന്നും നടക്കൂല. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ ആദ്യം ഏതാണോ എഴുതിയത് അതിന് അവർ മാർക്ക് തരും, അത്രേ നടക്കുള്ളൂ. വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കുന്നതിനെക്കാട്ടും ബെറ്റർ നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നത് ഏതാണോ അത് നിങ്ങൾ എഴുതുക. വെറുതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി നിങ്ങളെ സമയം വെറുതെ കളയരുത്. ഓക്കെ, ആ സമയം നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ ആലോചിക്കാനെങ്കിലും എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഡോണ്ട് ലുക്ക് അറൗണ്ട്. അതായത് ഇപ്പോൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒന്ന് നോക്കും, എല്ലാവർക്കും ഈസി ആണോ ടഫ് ആണോ, ഇതൊക്കെ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുള്ളൂ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുള്ളൂ. നമുക്ക് എഴുതാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതി തീർക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിഞ്ഞ് കളിക്കാതെ നമ്മളെ ആൻസർ എഴുതുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അറിയാത്ത പല തെറ്റുകളൊന്നും വരുത്തി വെക്കാതിരിക്കുക. ഓക്കെ, ശ്രദ്ധക്കുറവ് ഇല്ലാതിരിക്കുക. ഓക്കെ, നല്ല ശ്രദ്ധിച്ച് വേണം ആൻസർ എഴുതാൻ. എന്താണോ ചോദിച്ചത് അത് തന്നെയാണ് ഞാൻ എഴുതണമെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആൻസേഴ്സ് ഒക്കെ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 8 പോയിന്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഓർത്തിട്ട് എക്സാം എഴുതുക. ഓക്കെ, വെറുതെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യരുത്. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോയി എക്സാം എഴുതുക. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ.